ഭാരതം ഗാസയിലെ സമാധാന പുനഃസ്ഥാപനത്തിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകില്ല. പാകിസ്ഥാൻ ബോർഡ് ഓഫീസിന്റെ ഭാഗമാകുന്ന പശ്ചാത്തലത്തിലാണ് നിലപാട് എന്നാണ് സൂചന. 50-ലേറെ രാജ്യങ്ങൾക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും 35 രാജ്യങ്ങൾ മാത്രമാണ് ബോർഡ് ഓഫ് പീസിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വാർത്ത ഭാരതം ഗാസയിലെ സമാധാന പുനഃസ്ഥാപനത്തിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകില്ല എന്നതാണ്. ഇതിന്റെ കാരണമായി പറയുന്നത് പാകിസ്ഥാൻ ബോർഡ് ഓഫീസിന്റെ ഭാഗമാകുന്ന പശ്ചാത്തലത്തിലാണ് എന്നാണ്. ആഗോള ഭീകരതയുടെ വിളനിലമായ പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു സമാധാന ഒരു പശ്ചാത്തലത്തിൽ വരുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അമൽ. അതായത് ആഗോള സമാധാനത്തിന്റെ നീങ്ങേണ്ട ഒരു ഇടപാടിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യത്തെ ഇടപെടുത്തുന്നത്? പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഭീകരതയുടെ വിളനിലമെന്നും അല്ലെങ്കിൽ ഭീകരതയുടെ ഹാച്ചറി എന്ന് തന്നെയാണ് ഈ ഹാച്ചറി, അതല്ലെങ്കിൽ അതിനെ വിധിച്ചെടുക്കുന്ന, ഭീകരതയെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ തന്നെയാണ് വളരെ കൃത്യമായി അന്താരാഷ്ട്ര നിലപാടുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി കൂടുതൽ അടുപ്പം അമേരിക്ക കാണിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ നടപടി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും ഇത്തരത്തിലുള്ള സൈനിക വിന്യാസങ്ങൾ നടത്തുമ്പോൾ ഈ പാകിസ്ഥാനിലെ ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകുന്നതിനെ ഗാസയിലെ ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകുന്നതിനെ പാകിസ്ഥാനെ ക്ഷണിക്കുകയും ഭാരതം ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾ, ഏതാണ്ട് 50-ലേറെ രാജ്യങ്ങളെ കൃത്യമായി ക്ഷണിക്കുകയും ഏതാണ്ട് 60ഓളം രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഭാരതം 35ഓളം രാജ്യങ്ങൾ മാത്രമാണ് ക്ഷണം സ്വീകരിച്ചത്. അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും മറ്റൊരു പ്രധാന വിഷയം കൂടി ഭാരതം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ കൃത്യമായി നിയന്ത്രിക്കുക എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇടപെടൽ നടത്തി തന്നെ അതിനെ നടപടികൾ സ്വീകരിക്കണമെന്നത് ഭാരതത്തിന്റെ നിലപാടാണ്. ഭാരതം അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുന്ന കാര്യങ്ങളോ നയപരമായി സ്വീകരിക്കില്ല എന്നൊരു നിലപാടാണ് ഭാരതത്തിന്റെ വർഷങ്ങളായുള്ള സൈനിക നിലപാടുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ സൈന്യത്തെ അയക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത്. നേരത്തെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സമാധാന പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്റ്റെബിലിറ്റി ഫോഴ്സിന്റെ ഭാഗവും പാകിസ്ഥാൻ ആകുന്നുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യമാകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സൈന്യം അന്ന് വ്യക്തമായി പറഞ്ഞത് ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുള്ള ഇടപെടലല്ല, മറിച്ച് സുരക്ഷ ഒരുക്കൽ മാത്രമാണ് ഗാസയിൽ തങ്ങളുടെ സൈന്യം ചെയ്യുക എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊരു ആശയ പ്രശ്നമാണ്. അതായത് പാകിസ്ഥാനിന്റെ ഇടപെടൽ ഗാസയിലെ ഹമാസിനെ നിരായുധീകരിക്കാനല്ല, അതിന് പിന്തുണ നൽകില്ല എന്ന് കൃത്യമായി പറയുകയും അപ്പോൾ സ്വാഭാവികമായും ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അതിന്റെ ആയുധ സന്നാഹങ്ങളെ തുടരുന്ന ഒരു രീതിയിലേക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതേസമയം അതിന്റെ ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ആശയ പ്രശ്നമായി നിലനിൽക്കുന്ന കൂടി പശ്ചാത്തലത്തിലാണ് ഭാരതം ഭാഗമാകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുകയോ അത്തരത്തിലുള്ള നടപടികൾ കുറെ കൂടി കൃത്യതയാർന്ന ഒരു നടപടിയിലേക്ക് നീങ്ങാതെ, പ്രത്യക്ഷ നടപടിയിലേക്ക് നീങ്ങാതെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ നിൽക്കുകയാണ് ഭാരതം എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ, യെസ്, ഭാരതം ഗാസയിലെ സമാധാന പുനഃസ്ഥാപനത്തിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകില്ല. പാകിസ്ഥാൻ ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകുന്ന പശ്ചാത്തലത്തിലാണ് ഭാരതം കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. ആഗോള ഭീകരതയുടെ വിളനിലമായ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകുന്ന പശ്ചാത്തലത്തിൽ ഭാരതം ക്ഷണം സ്വീകരിച്ചില്ല എന്നാണ് വിവരങ്ങൾ നൽകിയായിരുന്നു ഐസൺ ജോസ്.